ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഡെയിലി ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർ പറയും, ഓ ഇത് ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. പക്ഷേ ഇപ്പോ ഈ സ്റ്റോറിയിൽ ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. ചെറിയ അപ്ഡേറ്റ് അല്ല, അത്യാവശ്യം വലിയ അപ്ഡേറ്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഷാഹിദ് ബാഗേരി, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് തോന്നും, ഓ ഒരു പുതിയ തലവന്റെ പേരായിരിക്കും. അല്ല, ഇത് പുതിയ തലവനല്ല. ഇത് ഇറാന്റെ ഡ്രോൺ കാരിയർ ആയിട്ടുള്ള യുദ്ധ കപ്പലാണ്. 2025 ഈ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. പ്രാരിൻ എന്ന പേരിലുള്ള 42,000 ടൺ കണ്ടെയ്നർ കപ്പലിനെ ഡ്രോൺ കാരിയറാക്കി മാറ്റി 240 മീറ്റർ നീളവും 32 മീറ്റർ വീതിയിലുമുള്ള കപ്പലിൽ 180 മീറ്റർ റൺവേയും ഘടിപ്പിച്ച് ഡ്രോണുകൾക്ക് പറന്നുയരാൻ ശേഷിയുള്ള വിമാനവാഹിനി കപ്പലുകളിലേതിന് സജീവമായ അല്ലെങ്കിൽ സമാനമായ ജമ്പ് പ്ലാറ്റ്ഫോമും ഘടിപ്പിച്ച് ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും അതിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു കപ്പലാണ് ഷാഹിദ് ബഗേരി എന്ന് പറയുന്നത്. ഇറാൻ ആ ഷാഹിദ് ബഗേറിയെ അമേരിക്കയ്ക്ക് നേരെ ഇറക്കിയിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കടലിൽ ഞങ്ങളുടെ ശക്തി ഞങ്ങൾ തെളിയിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മധ്യപൂർവ്വ ദേശത്ത് US അർമാഡ അല്ലെങ്കിൽ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വലിയ വിമാനവാഹിനി കപ്പൽ 78 മുതൽ 80 F-35 വിമാനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോ ഇറാൻ തങ്ങളുടെ ശക്തി തെളിയിക്കാനായിട്ട് കപ്പൽ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഓരോ ദിവസം കഴിയും തോറും ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സാഹചര്യങ്ങൾ കൂടുതൽ പിരിമുറുക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കപ്പലിൽ 60 ഡ്രോണുകളുണ്ട്, 30 മിസൈൽ വിക്ഷേപണ കപ്പലുകളും വിക്ഷേപണ യന്ത്രങ്ങളും കപ്പലിൽ വഹിക്കാനുള്ള ശേഷിയുണ്ട്. മുന്നിലും പിന്നിലുമായി 17 കിലോമീറ്റർ റേഞ്ചിലുള്ള 8 കൗസർ 222 മിസൈലുകൾ ഇതിനുണ്ട്. ലോഞ്ചറുകൾ, ഖാദർ നാസിർ പരമ്പരയിൽപ്പെട്ട ആന്റി ഷിപ്പ് മിസൈലുകൾ എന്നിവയും ഈ ഡ്രോൺ കാരിയർ. ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ ചെറിയ നമ്മൾ DJ-യുടെ കൈ വെച്ച് പറത്തുന്ന ഡ്രോൺ അല്ല എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കണം. ഇത് ഒരു വിമാനത്തിന്റെ അത്രയും പൊക്കവും നീളവുമുള്ള നല്ല ഡ്രോണുകളാണ്. ഇറാൻ സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഡ്രോണുകളും മിസൈലുകളുമാണ്. അപ്പോൾ ആദ്യം തന്നെ അവർ ഈ ഡ്രോണുകളും മിസൈലുകളും ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന എന്താ അറിയോ ചേട്ടാ, ഏത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന ഡ്രോണുകളുടെ വിപുലമായിട്ടുള്ള ശേഖരം ഇറാൻ ഉണ്ടെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകൾ പോലുള്ളവയെ ലക്ഷ്യം വെക്കാൻ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഡ്രോണുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ അർമാഡ ഉയർത്തിയുള്ള US ഭീഷണിയെ ഒരു പരിധിവരെ നേരിടാൻ ഇറാന്റെ ഈ ഡ്രോൺ കാരിയർ വിന്യാസത്തിന് സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സഖ്യകക്ഷികളായിട്ടുള്ള സായുധ ഗറില്ല സംഘങ്ങൾക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും നൽകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ തൊടുക്കുമ്പോൾ അവയിൽ ചിലതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നതിൽ തർക്കമില്ല എന്നും ഇവർ പറയുന്നുണ്ട്. അത് ട്രംപിന് കിട്ടിയ ആദ്യത്തെ അടി. ഇനി രണ്ടാമത്തെ അടി നമ്മുടെ രാജ്യം കൊടുത്തതാണ്. ഇന്നലെ നമ്മൾ FTA കരാർ ഒപ്പിട്ടല്ലോ. CPM അതിനെ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കരാർ സമ്പൂർണ്ണ വിജയമാകും എന്ന് നമുക്ക് ഊഹിക്കാം. ഞാൻ ഇന്നൊരു വാർത്ത കൊടുത്തില്ലോ, നരേന്ദ്രമോദി വിറച്ചു, കരാറിൽ നിന്ന് പിന്മാറിയേക്കും എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം CPM ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് പറഞ്ഞാൽ പോലും മോദി വിറക്കില്ല. പക്ഷെ CPM ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. എന്തായാലും അതിനുശേഷം വരുന്ന റിപ്പോർട്ടുകൾ ട്രംപ് ഒപ്പിട്ടത് 2 കരാറാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് 2 കരാറാണ് ട്രംപ് ഒപ്പിട്ടത്. ആ 2 കരാറും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ ഇന്ത്യ എത്ര കരാർ ഒപ്പിട്ടു എന്ന് കാണിക്കുമ്പോൾ അമേരിക്ക ഈ ഇന്ത്യക്ക് താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം അമേരിക്ക ഒപ്പിട്ടതിനെക്കാട്ടിലും 100 മടങ്ങ് അല്ലെങ്കിൽ 100%, അതാണ് അതിന്റെ പെർസെൻറ്റേജ്, 100%മാണ് ഇന്ത്യ ഒപ്പിട്ട കരാറുകളുടെ വ്യാപ്തി എന്ന് പറയുന്നത്. അതിൽ ഈ FTA കരാറുകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ചരിത്രം പിറന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ട്രംപിന് ഇന്ത്യ ഒരു 2ാമത്തെ അടിയും കൊടുത്തിരുന്നു. പിന്നെ ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി ഇറാന് വേണ്ടി ഇന്ത്യ രംഗത്തിറങ്ങുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യം നയിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ നിഷ്പക്ഷത വെടിഞ്ഞ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞാൻ ആ പടികയിൽ നിന്നോളാം എന്നുള്ള ലൈനൊന്നും ഇന്ത്യക്ക് ഇനിയില്ല, ഇറാനെ തുടരുത് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മധ്യപൂർവ്വ ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ മധ്യേഷ്യയിൽ വലിയ ഒരു യുദ്ധത്തിനുള്ള കാഹളം തന്നെയാണ് ഒരുങ്ങി വരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇറാൻ ഇപ്പോൾ ഈ ഒരു ഡ്രോൺ കൂട്ടത്തെ ഇറക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ അമേരിക്ക ഏത് രീതിയിലായിരിക്കും നേരിടാൻ പോകുന്നത്? പച്ചയ്ക്ക് ചോദിച്ചാൽ യുദ്ധം ഉണ്ടാവുമോ ബിജുചേട്ടാ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് CPM-ന് ഞാൻ ഒരു റെഡ് സല്യൂട്ട് നൽകുകയാണ്. ലോകത്ത് വെനുസുലയുടെ ഭരണാധികാരി മഡൂറോയെ പിടികൂടിയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. കേരളത്തിൽ മാത്രമാണ് പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധത്തിൽ ലോകത്ത് ഒരേ ഒരു രക്തസാക്ഷി മാത്രമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം
ട്രംപിന്റെ കോലം കത്തിച്ച ഒരു സഖാവ് തീപ്പൊള്ളലേറ്റ് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് തോന്നുന്നത് ലോകത്താദ്യമായി ട്രംപിനെതിരെ പ്രതിഷേധിച്ച് സ്വയം മരണത്തെ വരിച്ച ആ ധീര സഖാവിന് ആദരാഞ്ജലികൾ. അതൊരു ലോകത്ത് തന്നെ ആദ്യമായിരിക്കാം അത്. അങ്ങനെ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല, മാർക്സിസ്റ്റ് അല്ല, പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്റർനാഷണൽ ആയി മാറുകയാണ്. കാരണം ഇത് വിദേശ മാധ്യമങ്ങൾ ഈ വാർത്ത ക്യാരി ചെയ്തോന്ന് എനിക്കറിയില്ല, പക്ഷെ ക്യാരി ചെയ്താൽ നല്ലൊരു വാർത്തയായിരിക്കും ഇത്. കാരണം മഡൂറോയ്ക്ക് വേണ്ടി ട്രംപിനെതിരെ പ്രതിഷേധം നടത്തി തീപ്പൊള്ളലേറ്റ് ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർത്തയാണ്. ഏതായാലും പ്രേക്ഷകരും ഒക്കെ അയാളെ വ്യക്തിയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടായിരുന്നു എല്ലാവരും വാർത്ത ചെയ്തിരുന്നത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക്, ഡ്രോണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാനും ധനുഷും തമ്മില് ഈ ഇറാനില് ഇസ്രയേലും അമേരിക്കയും അറ്റാക്ക് നടത്തി കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ഇസ്രയേൽ ഭയങ്കരമായ ഒരു വെപ്രാളം കാട്ടിയിരുന്നു. വീണ്ടും ആക്രമിക്കുമോ എന്നൊരു ഭയം വന്നു. എന്താണ് കാര്യം എന്നറിയാമോ? ഈ ഇസ്രയേല് അന്ന് ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവരുടെ ഡ്രോണിന്റെ ഒരു വലിയ ശേഖരം ഇറാനിൽ തന്നെ സൂക്ഷിച്ചിരുന്നു, ഭൂഗർഭ നിലയത്തിലും മറ്റും. ഇറാനിലെ തന്നെ ചില സൈനികരെ ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അവർ അത് കാരണം അവിടെ നിന്ന് തന്നെ അങ്ങനെയായിരുന്നു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. പുറത്തു നിന്നല്ല അവർ അറ്റാക്ക് തുടങ്ങിയത്, ഇറാൻ അകത്തു നിന്ന് തന്നെ ഈ ഡ്രോണുകൾ പറന്നുയർന്ന് അറ്റാക്ക് ചെയ്യുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ വെടിനിർത്തലിലേക്ക് അത് എത്തി. അമേരിക്ക വന്ന് മറ്റേ ബോംബിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വെടിനിർത്തലിലേക്ക് പോയി. വെടിനിർത്തലിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിന്റെ ഒരു വലിയ ചിന്ത പോയത് ഈ ഡ്രോണിന്റെ ഒരു വലിയ ശേഖരം ഇറാന്റെ പക്കലേക്ക് എത്തിക്കഴിഞ്ഞുള്ള കുഴപ്പം, ഈ ലോകത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ വിദഗ്ധരാണ് ഇറാൻ. പലപ്പോഴും ഇറാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളായാലും ആയുധങ്ങളായാലും റിവേഴ്സ് എഞ്ചിനീയർ, മറ്റുള്ളവന്റെ ആയുധങ്ങൾ വാങ്ങിച്ചിട്ട് ഇവരുടെ ടെക്നോളജി അഡീഷണൽ കയറ്റുന്നതാണ് ഇവരുടെ പണി. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ എല്ലാവർക്കും കിട്ടും. ഒരു വർഷം മുമ്പായിരുന്നു തോന്നുന്നു, നമ്മളല്ലേ, ഒരു വർഷം ജൂണിലായിരുന്നു തോന്നുന്നു ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അറ്റാക്ക്. അന്ന് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഇസ്രായേലിന് വലിയ വ്യാകുലതയുണ്ട്. കാരണം ഇസ്രായേല് അത് ഉണ്ടാക്കി വിടുന്ന ഡ്രോണുകൾ ഇതിലും ചെലവ് കുറച്ചിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യും, ചൈനയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. ഇറാൻ അതിനകത്ത് വൈദഗ്ധ്യമുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ കിട്ടുന്ന ഈ ഡ്രോണുകൾ ഇറാൻ അല്ലത് ചെയ്യുന്നത്, ഇത് ചൈനയെ കൊടുത്തിട്ട് ചൈനയാണ് ചെയ്യുന്നത്. ചൈന കുറച്ചെടുത്ത് കച്ചവടത്തിനും വെക്കും, കുറച്ച് യുവമാർക്കും കൊടുക്കും. ഇതാണ് അവരുടെ പണി. അപ്പം ഈ ഡ്രോണുകൾ പറയുമ്പോൾ നമ്മൾ അത്തരത്തിൽ കൂടെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ അമേരിക്കയ്ക്കുള്ള ഭയം എന്ന് നമുക്ക് പറയുന്നില്ല. ഇതിനകത്ത് വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ധനുഷ്, ഈ ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ആരംഭിക്കുകയാണെങ്കിൽ ഇത് ഹോർമിസ് കടലെടുക്ക് പിടിക്കാനുള്ള ഒരു യുദ്ധമായിരിക്കും, ആത്യന്തിക യുദ്ധമായിരിക്കും. കാരണം ഇറാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ മുമ്പത്തെ പോലെയല്ല, അതിമാരകമായി തന്നെ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ മാരകമായി തിരിച്ചടിക്കാൻ എന്തായാലും അമേരിക്കയെ മാരകമായി തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഇറാനെ സംബന്ധിച്ച്. പക്ഷെ അവർ പറയുന്നതിന് ഒരു വലിയ പോയിന്റ് ഈ ഹോർമിസ് കടലെടുക്കാണ്. അത് കൊളവാക്കിയിട്ട് കഴിഞ്ഞാൽ ലോകത്തിന്റെ 60% ഇന്ധനങ്ങളും അവിടെ തീർന്നു. കാരണം അതുവഴിയുള്ള ഈ ഇന്ധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രേഡിങ് അതോടുകൂടി തന്നെ തീർന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ കപ്പൽപ്പടയെ നീക്കിക്കൊണ്ട് ട്രംപ് വരുന്നത്. ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വെനിസുലയിലെ പോലെയല്ല വലിയ കപ്പൽപ്പടയാണ് എന്നവർ പറയുന്നതിന് കാര്യം അവരുടെ ലക്ഷ്യം ഈ ഹോർമിസ് സുരക്ഷിതമാക്കുക. ഹോർമിസ് അവിടെ ഒരു കെണിയുണ്ട് ഇതിനകത്ത്. ഈ ഹോർമിസിന്റെ ഒരു നിയന്ത്രണം ഈ അമേരിക്കയുടെ കയ്യിലേട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെയും നമുക്ക് ഉൾപ്പെടെ പ്രയാസകരമാണ്. ഇത് തകർന്നാലും നമുക്ക് പണിയാണ്, ഇത് ഇവരുടെ കയ്യിലേക്കാണ് പോകുന്നെങ്കിലും പണിയാണ്. കാരണം പിന്നെ ഇവരാണ് നിശ്ചയിക്കേണ്ടത് ഏത് ഷിപ്പ് അതുവഴി പോകണം, എങ്ങനെ പോകണം, ഏത് രീതിയിൽ കപ്പം കൊടുക്കണം എന്നുള്ള. പിന്നെ ആ ഒരു മേഖലയിൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് അമേരിക്ക മാറുകയും ചെയ്യും. അതായിരിക്കും മെയിൻ ഇതിനകത്ത് ഒരു പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത്, ആ ഹോർമിസ് കടലെടുക്കുക. ഇത് കൂടാതെ കണ്ടു നിൽക്കുന്ന സകലമാന എണ്ണത്തിനെ ഈ യുദ്ധത്തിലേക്ക് ഇവിടെ വലിച്ചിടും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ ഉത്സവപ്പറമ്പിൽ അടി നടക്കും. അപ്പൊ ഈ അടി നടക്കുന്നവരെ നമ്മൾ ഇളക്കി വിടാൻ ഒരുപാട് പേരാണ് ചുറ്റും നിന്നിട്ട് അടിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റും നിൽക്കും. ഈ അടി നടത്തി അടി നിൽക്കുന്നവന്മാർ നമ്മുടെ ദേഹത്തേക്ക് വീണാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളും കൂടി ഈ അടിയിനകത്ത് വീഴും. അതായത് അടി, അതായത് വെറുതെ നിൽക്കുന്ന, ഇപ്പൊ നമ്മളൊക്കെ ഇത് കണ്ടു രസിക്കാൻ നിൽക്കുന്നവരാണ് നമ്മളെ രാജ്യത്തെ കുറെ അധികം പേര്. ഇറാൻ ഇപ്പൊ അമേരിക്ക അടിക്കുക, അവർ തിരിച്ചടിക്കുക, കണ്ടു രസിക്കാൻ നിൽക്കും. ഈ കണ്ടു രസിക്കാൻ നിൽക്കുന്നവരും പണി കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. ഈ വെടിക്കെട്ട് കാണാൻ നിൽക്കുന്നവന് അല്പം ചീറ്റിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയില്ലേ സാധനം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പണി കിട്ടും. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ പണി കിട്ടി കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് എന്ത് പണി കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, എണ്ണ വ്യാപാരം പൂർണ്ണമായി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. കാരണം നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ എണ്ണ വാങ്ങുന്നതെങ്കിലും നമ്മള് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, പ്രകൃതി ഭാഗത്ത് വാങ്ങുന്നുണ്ട്, ഈ ഗ്യാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തകരാറിലാവും. ഇത് കൂടാതെ ഇറാന്റെ ഭരണകൂടം, അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വലിയ വ്യാകുലതയൊന്നുമില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. പക്ഷെ നമ്മൾ അവിടെ വലിയ മുതൽമുടക്ക് നടത്തിയിട്ടുണ്ട്. അതൊരു വലിയ വിഷയം തന്നെയാണ്.
അപ്പം ആ ഒരു നമ്മുടെ ഒരു ജംഗ്ഷൻ തകർന്നു. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ആകുലത. നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങൾക്കും ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കും എല്ലാം ഇതിനെക്കുറിച്ച് വലിയ ആകുലതയുണ്ട്. കാരണം ഇറാൻ എന്ന് പറയുന്നത് കേവലം ഒരു ഇസ്ലാമിക രാജ്യം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലി ആയിട്ടും ഇല്ലെ പൊളിറ്റിക്കലി ആയിട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ഇന്ത്യയുമായിട്ടും ഉണ്ട്. പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യമായിട്ട് നമുക്കുമുണ്ട്. കാരണം ഇതൊരു വ്യാപാര കേന്ദ്രം കൂടിയാണ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പൊ UAE നമ്മുടെ ഒരു പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ, ഇറാനെ സംബന്ധിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ, അതായത് നമ്മളുടെ കാര്യങ്ങൾ ഇപ്പൊ റെയിൽവേ ആയാലും ഈ പറയുന്ന പോർട്ട് ആയാലും ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം കൂടി കുറഞ്ഞ ചെലവിൽ ഒരുക്കി തരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയാൻ. അത് എന്ന് കരുതിയിട്ട് അവിടുത്തെ ഖമേനിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ല അർത്ഥം. ഇപ്പൊ ഖമേനി വരികാതിരിക്കുകയോ എന്നൊക്കെ ഉള്ളത് ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഇഷ്ടമാണ്, അവർ വരിക വരാതിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് ഈ യുദ്ധം വളരെ എളുപ്പത്തിൽ ജയിക്കാൻ പറയില്ല എന്ന് പറയുന്നതിന് കാരണം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് രാജ്യത്തെ സൈന്യവും ഭരണകൂടവും ആണോ ആ രാജ്യത്തിനെതിരെ തിരിയുന്നത് എങ്കിൽ മാത്രമാണ് ശത്രുവിനെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റൂ. ഖമേനിയെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച് അവരുടെ സൈന്യവും അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഖമേനിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം അവർക്ക് വലിയ ആനുകൂല്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ആനുകൂല്യങ്ങൾ അതിനകത്ത് ഒരാളും തയ്യാറാകത്തില്ല. ഖമേനി പോയി കഴിഞ്ഞാൽ ഈ ആനുകൂല്യം കിട്ടത്തില്ല, ബത്ത കിട്ടത്തില്ല, ഈ വലിയ രീതിയിലുള്ള DA കിട്ടത്തില്ല, അല്ലെങ്കിൽ തോന്നിയ ദിവസം നടക്കത്തില്ല അവരുടെ. അപ്പൊ എന്ത് പറ്റും? ഈ ഭരണത്തെ എങ്ങനെയും നിലനിർത്തേണ്ട അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും എതിരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇവിടെ പഴയതുപോലെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പണ്ട് അമേരിക്ക ചെയ്തതുപോലെ ഇല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്തതുപോലെ വന്ന് 1-2 ദിവസം ബോംബിംഗ് നടത്തി തീരുന്ന ഒരു യുദ്ധമാണ് എങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്നു. അതല്ല, ഇപ്പോഴത്തെ ഇറാന്റെ മുന്നറിയിപ്പുകളും കാര്യങ്ങളും പഴയതുപോലെ അല്ല. അവരിപ്പോ എല്ലാവരെയും കൂടെ വലിച്ച് യുദ്ധത്തിലേക്ക് ഇടാനുള്ളൊരു താല്പര്യത്തിലാണ് അവർ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമിസ് കടലെടുക്ക് പിടിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അമേരിക്ക ഈ പറയുന്നത് പോലെ ബോംബിങ്ങും ഗീമ്പിങ്ങും നടത്തി പോകാനൊരു ലക്ഷ്യത്തിലല്ല ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്നത് വിനാശകരമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോഴ് അദ്ദേഹത്തിന് ഒന്ന് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു നിന്നേ പറ്റൂ. അതായത് ഒരു യുദ്ധവീരൻ എന്നുള്ള രീതി ഇപ്പൊ പറ്റും. ഇനി 100 ദിവസം കൊണ്ട് 100 കരാറുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലേറുന്നത്. ആ 100 ദിവസം കൊണ്ട് ട്രംപിന് ആകെ ഒപ്പിടാൻ പറ്റിയത് അപൂർണമായ 2 കരാറുകൾ മാത്രമാണ്. അതിനകത്ത് ശരിയാണ്, ഒരു കരാർ എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ, ഈ സാഹചര്യത്തിൽ ഇന്ത്യ 4 രാജ്യങ്ങളുമായിട്ടാണ് ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെച്ചത്. അതായത് UAEയും ഖത്തറും മലേഷ്യയും അടക്കമുള്ള 4 രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ചു. ഇന്നലെ കേട്ട ഒരു വാർത്ത, ഇന്ന് ന്യൂസിന്റെ മലയാളം ആ വാർത്ത കൊടുത്ത ഒരു വാർത്ത, ഇസ്രായേൽ എത്തുന്നു ഫ്രീ ട്രേഡ് കരാറിന് ഒപ്പിടാനായിട്ട്. ഈ വർഷം തന്നെ കരാർ ഒപ്പിടും. ഫെബ്രുവരി മാസത്തിൽ ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചേക്കും. അപ്പോൾ നമ്മളൊരു ഫ്രീ ട്രേഡ് കരാർ അവരുമായി ഒപ്പിടാൻ പോകുന്നു. ബ്രസീലുമായിട്ട് നമ്മളൊരു കരാർ ഒപ്പിടാൻ പോകുന്നു. അതായത് 200 ദിവസം കൊണ്ട് 8 രാജ്യങ്ങളിലേക്ക് എന്നുള്ളൊരു ബൃഹത്ത് പദ്ധതിയിലേക്ക് നമ്മൾ പോകുന്നു. ഇന്നലെ അമേരിക്കയിൽ നിന്നും പുറത്തിറങ്ങുന്ന എല്ലാ മാധ്യമങ്ങളും ട്രംപിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതിയത്. അവർ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരെയും അകറ്റി. ഇന്നിപ്പോ കണ്ടില്ലേ, ഇന്ത്യ തലയെടുപ്പോടെ നിൽക്കുന്നു. നിങ്ങൾ എന്താണോ കരുതിയത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താരിഫ് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ അവരെ നിരന്തരം പറഞ്ഞത് താരിഫുകളുടെ രാജാവെന്നാണ് നിങ്ങൾ വിശേഷിപ്പിച്ചത്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് അവർക്ക് ചില വഴികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോയി. താരിഫുകളുടെ രാജാവ് എന്ന് പറയുമ്പോൾ അവരിപ്പോൾ എന്താണ് ചെയ്തത്? 0 താരിഫിൽ ഇറക്കാനാണ് പറയുന്നത്. ഞങ്ങളുടെ സാധനത്തിന് നിങ്ങൾ താരിഫ് വെക്കരുത്, അത് 0 താരിഫ് എന്ന നിലയിലേക്ക് വന്നപ്പോൾ US-ന്റെ കരാറും ആ നിലയിലേക്ക് വരണം. US-ന്റെ കരാർ ആ നിലയിലേക്ക് വന്ന US-ന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നു. കാരണം നിങ്ങൾ അവരുടെ വഴി അടച്ചപ്പോൾ, അത് നമ്മൾ പറയില്ലേ, നിങ്ങളിലേക്ക് നിങ്ങൾ ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പടന്നു കയറി എന്ന് നമ്മൾ പറയുന്നത്. എന്തോ മുദ്രാവാക്യം ഉണ്ടല്ലോ, അങ്ങനെ ഏതോ സംഘപരിവാറിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെ ഒക്കെ മുദ്രാവാക്യം. കാരണം മുദ്രാവാക്യം, നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു എന്ന് പറഞ്ഞ കണക്ക് ട്രംപിലേക്ക് ചുരുങ്ങിയപ്പോൾ ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പടരുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് കാരണക്കാരനായത് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിശിതമായിട്ടാണ് എല്ലാ ബ്ലൂബർഗ് അടക്കം എല്ലാ മാധ്യമങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അത് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്ത അബദ്ധം, പൊട്ടത്തരം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു നീക്കം കൂടെ നടക്കുന്നുണ്ട്. കെയ്ൻ സ്റ്റാമർ, നമ്മുടെ UK-യുടെ പ്രധാനമന്ത്രി, ഇന്നിപ്പോ ചൈനയിൽ എത്തിയിരിക്കുകയാണ്. അതായത് അടിമുടി മാറിപ്പോയി ജിയോ പൊളിറ്റിക്സ്. അതായത് ചൈനയും ഇന്ത്യയും ഒക്കെ വെറുക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന രാജ്യങ്ങളാണ് ഇന്ന് അത് മാറിയിരിക്കുന്ന. ഇവരാണ് നിങ്ങളുടെ ദോസ്ത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രങ്ങളിലായാലും സ്ഥിരമായ ശത്രുതയോ സ്ഥിരമായ ബന്ധുത്വമോ ഇല്ല. അതൊക്കെ പഴയ കൺസെപ്റ്റ് മാത്രമാണ്. ഇപ്പോൾ എന്താണോ നമ്മുടെ നേട്ടം,
അപ്പപ്പ കാണുന്നതിന് അപ്പ എന്ന് വിളിക്കുന്നത് പോലത്തെ ഒരു തിയറിയാണ്. എന്താണോ നമ്മുടെ നേട്ടം അതിനുവേണ്ടി നിൽക്കുക. ഇന്നിപ്പോ UK പോകുന്നു, ഷീ ജിൻപിങ്ങിനെ കാണും എന്നാണ് പുറത്തു വരുന്നത്. വരെ ഇതുവരെ കണ്ടിട്ടില്ല, കാണുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ വന്നത് കണക്കിന് വലിയൊരു ഉദ്യോഗസ്ഥ പടയുമൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അവരുടെ വഴി നോക്കി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ട്രംപ് ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇറാന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഒക്കെ അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ് തന്നെ നിൽക്കുന്നത്. അതിനൊരു പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണവ കരാറിൽ ഒപ്പിടണം ഇറാൻ എന്നാണല്ലോ ട്രംപ് മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ ആണവ വ്യാപനത്തിന് എതിരാണ് ഈ ആളുകളല്ല, അതുകൊണ്ടാണ് അവരതിൽ നിൽക്കുന്നത്. അതിനിടയിൽ ഈ കരാർ ഒപ്പിടാമെന്ന് യൂറോപ്യൻ യൂണിയനെ കൊണ്ട് ഇന്ത്യ വേറൊരു കാര്യം കൂടെ സമ്മതിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഭീകരവാദം നേരിടുന്ന ഒരു രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ രാജ്യത്ത് ഭീകരവാദം വരുമ്പോൾ ഞങ്ങൾക്ക് പിന്തുണ വരാന്ന് വെച്ചാൽ ആയുധം കൊണ്ടുള്ള പിന്തുണയല്ല, ഞങ്ങൾക്ക് അത് പഴയ കണക്ക് മിണ്ടാതിരിക്കരുത്, ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്തുണയ്ക്കണം. പിന്തുണ മാത്രമാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട, രാജ്യങ്ങളുടെ പിന്തുണയാണല്ലോ. അപ്പൊ പിന്തുണ വേണമെന്ന് പറയാം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ കണ്ടതാണ്. പെട്ടെന്ന് പ്രതികരിച്ച രാജ്യങ്ങളുണ്ട്, പിന്തുണ തന്ന രാജ്യങ്ങളുണ്ട്, വളരെ സാവധാനത്തിൽ പിന്തുണ തന്ന രാജ്യമുണ്ട്. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ പിന്തുണച്ചു. സൗദി അറേബ്യ പോലും, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാജ്യത്തു നിന്നാണ് മടങ്ങി വന്നത് പഹൽഗാം ഭീകരാക്രമണം. ആ സൗദി പോലും ഒരു 12 മണിക്കൂർ 16 മണിക്കൂർ എടുത്തു ഒരു പ്രതികരണം നടത്താനായിട്ട്. അപ്പം അങ്ങനെ ഉണ്ടായത് അതുകൂടെ നിങ്ങൾ വേണം എന്നുള്ള വേറെ നമ്മൾ അത് മാത്രമല്ല, ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ അത് ഒരു ഡിസ്കഷന് വെക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരുന്നു. ഒരു വലിയ ആയുധ കരാർ കൂടി ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധേയമായ ഒരു കരാറാണ്. നമ്മൾ ഈ കാറിന്റെയും ലോറിയുടെയും ഒക്കെ കരാറാ പറയുന്നത്, പക്ഷെ അതിനേക്കാൾ ഉപരി ആയുധ കരാർ വെച്ചിട്ടുണ്ട്. ഈ ആയുധ കരാറിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി അല്ല, അതിന് ഏറ്റവും വലിയ ഗുണം കിട്ടുന്ന ആരാന്ന് വെച്ചാൽ ഇന്ത്യ തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ടെക്നോളജി മാത്രമല്ല യൂസ് ചെയ്യുന്ന, റഷ്യയുടെയും ഇസ്രായേലിന്റെ അടക്കം ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ആയുധം. ഇവിടെ നിർമ്മാണ ചെലവ് കുറവാണ്. വളരെ കുറഞ്ഞ ചെലവില് നമുക്ക് ഈ പറയുന്ന ഡ്രോണുകളായാലും മിസൈലുകളായാലും ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ റേറ്റാണ്. അതുകൊണ്ടാണ് ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ യൂറോപ്യൻ രാജ്യം ഗ്രീസായിരുന്നു. ഗ്രീസാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ള, മിസൈലുകൾ വാങ്ങിയിട്ടുള്ള രാജ്യം. അന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഞാൻ ധനുഷും കൂടെ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പിനാക എന്ന് പറയുന്ന ഒരു മിസൈൽ. ഇതിന് സെയിം തന്നെ അമേരിക്കയിലുമുണ്ട്. അവരുടെ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മിസൈലും ഉള്ളത്. പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഈ റേഞ്ചിന്റെ കാര്യത്തിലൊക്കെ തുല്യം തന്നെയാണ്. പക്ഷെ ക്യാഷ് കൂടുതലാണ് അവരുടേതിനും, നമ്മളതിന് അത്രയും രൂപ വേണ്ട. അപ്പൊ അവര് കൊടുത്തു. അപ്പൊ നമ്മുടെ ആയുധ വിപണിക്ക് അത് കുറച്ചുകൂടി കരുത്ത് വരും. ഒപ്പം തന്നെ നമുക്കും അത് ഒരുപാട് കരുത്ത് വരുന്ന കാര്യമാണ്. കാരണം ഈ UK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റ് എഞ്ചിനുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യരായ അനവധി കമ്പനികൾ അവിടെയുണ്ട്. ഈ കാറിന്റെ കാര്യത്തിൽ വലിയ ലാഭം കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ വിദേശത്തുള്ള കാറുകൾ മിക്കതും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഈ ബെൻസ് ആയാലും ഓഡി ആയാലും അങ്ങനെയുള്ള കാറുകളുടെ 90% അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന കാറിന് എങ്ങനെയാണ് പിന്നെ ഇളവ് കൊടുക്കാൻ പറ്റുന്നത്? ഇന്ത്യ നിർമ്മിക്കുന്നതിന് പറ്റത്തില്ലല്ലോ, ഇറക്കുമതി ചെയ്യുന്നതിനല്ലേ പറ്റും. അപ്പൊ ഏതായാലും കാറിന് വില കുറച്ച് മേടിക്കാവുന്ന ആരും സ്വപ്നം കണ്ടിരിക്കേണ്ട. വില കുറയുക എന്ന് പറഞ്ഞാൽ കൂടിയ ഇനം കാറുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഈ 2 കോടി രൂപയുടെ ഒക്കെ കാർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ഉണ്ടാകും. അതിന് മാത്രമേ വില കുറയാൻ സാധ്യതയുള്ളൂ. ഏതായാലും കുപ്പിക്ക് വില കുറയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ ട്രംപിന്റെ ഈ ഒരു നയം, വഴിപിഴച്ച നയം എന്ത് സംഭവിക്കും ലോകത്തിനെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇറാന്റെ യുദ്ധം കൂടിയേ നമുക്ക് ഇനി കാണാനുള്ളൂ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഇപ്പൊ ഏതാണ്ടൊക്കെ കുളമായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ ജിയോ പൊളിറ്റിക്സ് തന്നെ പുള്ളി മാറ്റി എഴുതിയിരിക്കുന്നു. ഇനി ഇറാന്റെ യുദ്ധം ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ലോകത്തിന്, ഞാനിപ്പോ ഏഷ്യ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘർഷമായിരിക്കില്ല. ഞാൻ ഈ ഹോർമുസ് കടലെടുക്കിന്റെ കാര്യം അടിക്കടി പറയാൻ കാരണം ലോകത്തിന്റെ 60% എണ്ണ വ്യാപാരം നടക്കുന്ന ഒരു മേഖലയാണ്. അത് ഇറാൻ സ്വയം കുളവാക്കുകയോ അമേരിക്ക അത് വലിയ രീതിയിൽ കൈവശപ്പെടുത്തുകയോ കുളവാക്കുകയോ ചെയ്തു കഴിഞ്ഞാലും എണ്ണയ്ക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിന്റെ ട്രേഡിങ് വളരെയധികം കുറയും. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് പോലും ഈ എണ്ണ വില വർദ്ധിക്കുന്നതിനൊക്കെ ഉള്ള സാഹചര്യം ഒരുങ്ങാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഒപ്പം തന്നെ ഇത് വിവിധ രാജ്യങ്ങളിൽ ഇതിന്റെ ഈ സാമ്പത്തിക പ്രത്യാഘാതം മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇതിന്റെ ഒരു ആക്രമണം രൂക്ഷമായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ കണക്കുള്ള രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ കണക്കുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പൊട്ടാൻ വെമ്പി നിൽക്കുന്ന കൊച്ചു അഗ്നിപർവ്വതങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലോകത്തെമ്പാടും ഈ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന എംബസികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഷാഡോ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. നമ്മൾ കണ്ടതാണ് ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ മാത്രമല്ല മിലീഷ്യസുകൾ അടക്കമുള്ള ഒരുപാട് പേർ ലോകത്തെമ്പാടുമുള്ള, അതായത് ഈ പാരലി വർക്ക് ചെയ്യുന്ന അനവധി ഇത്രയും ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ്ങും ആയുധങ്ങളൊക്കെ കൊടുക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള എംബസികളും ഇല്ല സ്ഥാപനങ്ങളും അടക്കം
വലിയ ടെൻഷൻ അനുഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മളിപ്പോ കണ്ടു രസിക്കാൻ വേണ്ടി നമ്മളെല്ലാം കണ്ടു നിൽക്കുകയാണ്. പക്ഷെ ഇത് അടി തുടങ്ങി കഴിയുമ്പോൾ നമ്മളുടെ എല്ലാം ഇതിനകത്തോട്ട് വലിച്ചഴക്കപ്പെടും. പണ്ട് ഞാൻ ഒരു ചർച്ചകളിൽ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പ്രിയദർശൻ സിനിമയുടെ ക്ലൈമാക്സ് കണക്ക് ഒരു കൂട്ടയടിയും പുകപടലങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നീങ്ങിക്കഴിയുമ്പോൾ ആർക്കൊക്കെ കിട്ടിയെന്നും ആർക്കൊക്കെ എന്ത് നഷ്ടമുണ്ടായെന്നും അറിയാൻ കഴിയും. ഇതാണ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ 24 മണിക്കൂറിന് ഇടയ്ക്ക് മാറി മറിഞ്ഞ ലോകക്രമം.